ഒരുക്കി വെച്ചോളൂ, മമ്മൂക്ക ഇതാ വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. ഒരുക്കി വെച്ചോളൂ, മമ്മൂക്ക ഇതാ വരുന്നുണ്ട്. പറഞ്ഞു വരുന്നത് കളങ്കാവൽ എന്ന സിനിമയെ കുറിച്ചാണ്. ചിത്രത്തിന്റെ അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ, ഒരുപക്ഷെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ ഈ ചിത്രത്തിന്റെ 50 കോടിയുടെ പോസ്റ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പറഞ്ഞു വരുന്നത് മമ്മൂക്കയുടെ കളങ്കാവലിന്റെ ആ മുന്നേറ്റത്തെ കുറിച്ചാണ്, കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. 100 കോടി ക്ലബ്ബ് അതിനുവേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരിക്കുകയാണ് മമ്മൂക്കയുടെ ആരാധകർ. മമ്മൂക്ക അതിനൊന്നും തന്നെ വലിയ വില കൊടുക്കാറില്ല. പക്ഷേ അദ്ദേഹം തന്റെ ഈ പ്രകടന വൈവിധ്യം കൊണ്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സിനിമ കൊണ്ട് 100 കോടി ക്ലബ്ബ് എന്ന നേട്ടം കൈവരിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം മാസ് മസാല ചേരുവകൾ ഒന്നും തന്നെ ഇല്ലാത്ത, താരതമ്യേന അത്തരത്തിലുള്ളൊരു സിനിമയല്ലാത്ത, ഒരു വില്ലനിസം കാട്ടി മമ്മൂക്ക പക്ക വില്ലനായ ഒരു സിനിമ. ആ സിനിമയിൽ അദ്ദേഹം നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ച് എല്ലാവരെ കൊണ്ടും വെറുപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ച്, അഭിനയത്തിന്റെ ആ മികവ് കൊണ്ട് തന്നെ അദ്ദേഹം താരമായും ഒപ്പം തന്നെ ആക്ടറായും അതിന്റെ ആ ഒരു കഥാപാത്രത്തിന്റെ വൈചിത്രത്തിലേക്ക് ഇറങ്ങി വരാനും കാണിച്ച മനസ്സിനെ ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ ചിത്രം വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഒരുപക്ഷെ മമ്മൂട്ടി കമ്പനി പോലും ഇത്തരത്തിലുള്ള ഒരു വിജയം പ്രതീക്ഷിച്ചു കാണില്ല. കേവലം 4 ദിവസങ്ങൾ കൊണ്ട് 50 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞു. 51 കോടിയോ മറ്റാണ് ചിത്രത്തിന്റെ കളക്ഷൻ എന്നാണ് ഇന്നേ ദിവസം വരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ കളങ്കാവൽ മികച്ച പ്രതികരണങ്ങളാണ് എങ്ങു നിന്നും നേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ചിത്രത്തിന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജിതിൻ കെ ജോസ് എന്ന നവാഗതനായ സംവിധായകന്റെ ചിത്രമാണ്. അതിൻ്റെതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ചിത്രത്തിന് ഉണ്ടായിരിക്കാം. പക്ഷേ മികച്ച പ്രകടനങ്ങളിലൂടെ ആ പോരായ്മകളെല്ലാം നികത്തിയിരിക്കുകയാണ് സിനിമ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമ താരതമ്യേന വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രൊമോഷനൊന്നും സിനിമയ്ക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരാഴ്ച മുമ്പാണ് ചിത്രത്തിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു ഇന്റർവ്യൂവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മമ്മൂട്ടി കമ്പനി ചെയ്തു വെച്ചത്. ഒരുപക്ഷെ ലോക എന്ന ചിത്രത്തിന്റെ വലിയ വിജയവും അതുപോലെ ഈ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറായി എത്തിയിരിക്കുന്ന ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസിന്റെയും കൂട്ടുകെട്ടും ഒക്കെ ആയിരിക്കാം ഇങ്ങനെ ഈ ചിത്രത്തിന് വലിയ മുന്നേറ്റം കാഴ്ചവെപ്പിക്കാൻ കാരണം. ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് വമ്പൻ നേട്ടമാണ് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പുറത്തിറങ്ങി 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ ചിത്രം 50 കോടിയിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ഇതാ ചിത്രത്തിന് കിട്ടിയ റിപ്പോർട്ടുകൾ, 3 ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരം 45 കോടിയൊക്കെ അടുത്തുള്ളൊരു തുകയാണ് ആഗോളതലത്തിൽ നിന്ന് ചിത്രം നേടിയെടുത്തതെന്ന വാർത്തകൾ വന്നിരുന്നു. മുമ്പ് ഭീഷ്മപർവം ആയിരുന്നു മമ്മൂട്ടിയുടെ മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ നേടിയ ചിത്രമായിട്ട് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ റെക്കോർഡിനെ ഈ സിനിമ പിന്തള്ളിയിരിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെ 15.5 കോടിയാണ് ഈ ചിത്രത്തിന്റെ കളക്ഷൻ എന്നാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. വരും ദിനങ്ങളിൽ സിനിമയുടെ കളക്ഷൻ ഇനിയും കൂടുമെന്നാണ് പ്രതീക്ഷ. ഓവർസീസിൽ നിന്ന് 25 കോടിയിലധികം സിനിമ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് തന്നെയാണ് ഈ ഒരു നേട്ടമൊക്കെ സിനിമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. 44.15 കോടിയായിരുന്നു കളങ്കാവലിന്റെ 3 ദിനങ്ങൾ കൊണ്ടുള്ള നേട്ടം. ഇന്നിപ്പോൾ 5-ാം ദിനമാണ്. അപ്പോൾ ഇത് 60 കോടിയിലേക്കുള്ളൊരു മുന്നേറ്റം ഈ സിനിമ കാഴ്ചവെച്ചിരിക്കാം എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഏകദേശം 58-59 കോടിക്കടുത്തുള്ള ഒരു കളക്ഷൻ ഇന്നേ ദിവസം ചിത്രം നേടിക്കഴിഞ്ഞിരിക്കാം. ആഗോളതലത്തിലുള്ള ഈ നേട്ടം ഈ ചിത്രത്തിൽ മമ്മൂട്ടി എന്ന താരത്തിനേക്കാൾ ഉപരി മമ്മൂട്ടി എന്ന നടനെ ജനങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. 3ാമത്തെ മികച്ച വീക്കെൻഡ് ഓപ്പണിംഗ് കളക്ഷൻ ഈ ചിത്രം മമ്മൂട്ടിയുടെ ഒരു കരിയറിലെ തന്നെ വലിയൊരു നേട്ടമായി ചിത്രം മാറിയിരിക്കുകയാണ്. 44.6 കോടി നേടിയ ഭീഷ്മപർവമാണ് 1ാം സ്ഥാനത്ത് മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള കളക്ഷൻ നിന്നിരുന്നത്. ടർബോ വീക്കെൻഡ് കളക്ഷൻ അത്തരത്തിൽ തന്നെയായിരുന്നു. 50 കോടിയും കടന്ന് 100 കോടിയിലേക്ക് ഈ ചിത്രം നടന്നെടുക്കുമെന്ന് തന്നെയാണ് മമ്മൂട്ടിയുടെ ആരാധകർ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രത്തിൽ മമ്മൂട്ടി അതിക്രൂരനായ ഒരു കഥാപാത്രമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വിനായകൻ അവതരിപ്പിച്ച പോലീസ് വേഷമാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. ഇരുവരുടെയും പ്രകടനം വലിയ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം തന്നെ സിനിമയിലെ മറ്റ് അഭിനേതാക്കളുടെ പെർഫോമൻസ് കൂടി മികച്ച അഭിപ്രായം നേടിയെടുക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ കാളി ദാരിക വധത്തിനെ കുറിച്ചുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചുമൊക്കെയാണ് സിനിമയിൽ പങ്കുവെക്കുന്നത്. അതിന്റെ ഒരു റെഫറൻസുകൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടിയാണിത്. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ
അത്തരത്തിൽ ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ചിത്രമെന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ, വലിയ ആവേശവും ആകാംക്ഷയും പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. മലയാള സിനിമാ ലോകവും കളങ്കാവലിനെ അത്തരത്തിലുള്ള ഒരു വലിയൊരു നേട്ടം തന്നെ സൃഷ്ടിക്കുന്ന ഒരു സിനിമയായിട്ടാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ പ്രതീക്ഷകൾ വെറുതെയായില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അതിനുള്ള തെളിവുകളാണ് ചിത്രത്തിന്റെ മൗത്ത് പബ്ലിസിറ്റിയും ഒപ്പം തന്നെ ഇപ്പോൾ നേടിയ വലിയ കളക്ഷനും. നമുക്ക് അറിയാൻ സാധിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് 58 കോടിക്കധികം ഒരു കളക്ഷൻ കഴിഞ്ഞ ദിവസം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നേ ദിവസം വരെ ഉള്ള കളക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.